എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വീക്ക്ലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. ഇപ്പോൾ സെബിയുടെ ഭാഗത്തു നിന്നും ചില പുതിയ നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ട് കാണും. അതായത് ലൈവായിട്ടുള്ള ട്രേഡിങ്ങുകൾ, അതുപോലെ തന്നെ ലൈവായിട്ടുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനുകൾ, ലൈവായിട്ട് മാത്രമല്ല എങ്ങനെയായാലും സ്റ്റോക്ക് റെക്കമെൻഡേഷനുകൾ, അതുപോലെ തന്നെ ലൈവായിട്ട് ഇന്ന സ്ട്രൈക്ക് എടുക്കൂ, ഇന്ന സ്ട്രൈക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യൂ, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്ന് സെബി വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അത് വ്യക്തമായിട്ട് എല്ലാവരും കേട്ടു എന്ന് കരുതുന്നു. ഒരിക്കലും ഞങ്ങളുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അതുപോലെ തന്നെ സ്ട്രൈക്കുകൾ, ഇന്ന സ്ട്രൈക്ക് എടുക്കൂ, ഇന്ന സ്ട്രൈക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യൂ, ഇതുപോലെ ഒരു കാര്യങ്ങളും ഞങ്ങൾ നിർദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഒരു പഠന ആവശ്യത്തിന് വേണ്ടിയാണ് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച രാവിലെ ഈ ഒരു വീക്ക്ലി മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നത്. ഒരു പഠന ആവശ്യത്തിന് മാത്രമാണെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇവിടെ ചാർട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലെന്ന് സെബി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നത് കൊണ്ടും വലിയ വിഷയങ്ങളൊന്നുമില്ല എന്നും സെബി പറഞ്ഞിട്ടുണ്ട്. ഡെറിവേറ്റീവ് മാർക്കറ്റ് ആയാലും ഇക്വിറ്റി മാർക്കറ്റിനെ കുറിച്ചായാലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചായാലും കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് വിഷയമില്ല എന്ന് തീർച്ചയായിട്ടും സെബി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അതുപോലെ തന്നെ ഇന്ന സ്ട്രൈക്ക് എടുക്കൂ, ഇന്ന സ്ട്രൈക്കിൽ എക്സിറ്റ് ഇങ്ങനെ ഒരു കാര്യങ്ങളും നിർദ്ദേശിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ കുറിച്ച്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ആളുകൾക്ക് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ മലയാളത്തിൽ ഒരു ഓൺലൈൻ കോഴ്സാണ് ഞങ്ങൾ നടത്തുന്നത്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് പറയാം. കാരണം നല്ല രീതിയിൽ താഴേക്ക് ഇടിഞ്ഞു വന്ന മാർക്കറ്റ് പിന്നീട് ശക്തമായിട്ട് റിക്കവറി ചെയ്യുന്നതായിട്ടൊരു ചില തോന്നലുകളൊക്കെ നമുക്കുണ്ടായി അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ച സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് ഇടിഞ്ഞതോടുകൂടി റിസർവ് ബാങ്ക് ചില പുതിയ തീരുമാനങ്ങളിലേക്കൊക്കെ വന്നിരുന്നു. 6000 രൂപയുടെ ബോണ്ട് പർച്ചേസ് വഴി 1.5 ലക്ഷം കോടി ലിക്വിഡിറ്റി മാർക്കറ്റിലേക്ക് വരുമെന്ന കാരണത്താൽ മാർക്കറ്റ് ഇവിടെ നിന്നുമൊക്കെ ഒരു അല്പം മുകളിലേക്ക് കുതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത്? അതിനുശേഷം നമുക്കറിയാം US പ്രസിഡന്റ് പല രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്തിയ കഥ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ താരിഫ് ഏർപ്പെടുത്തിയതൊക്കെ ഒരു മാസത്തേക്ക് അല്പം ഒന്ന് വൈകിപ്പിക്കും എന്ന രീതിയിലുള്ള ന്യൂസും കൂടി പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതും മാർക്കറ്റിന് പോസിറ്റീവ് രീതിയിലാവുകയും മാർക്കറ്റ് അല്പം ഒന്ന് മുകളിലേക്ക് ഉയരുകയും ചെയ്തു. ശരിക്കും ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂസുകളോ കാര്യങ്ങളോ ഒന്നുമല്ല മാർക്കറ്റിൽ നിലവിൽ വന്നത്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് താഴേക്ക് റിജക്റ്റ് ചെയ്ത് താഴേക്ക് വരുന്നതായിട്ടും കാണുവാൻ സാധിക്കും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രൂപയുടെ മൂല്യം ശരിക്കും തിരികെ വരുന്നു എന്നൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നു അല്ലേ തുടക്കത്തിൽ. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടതെന്താണ്? ഇന്ത്യയുടെ രൂപയുടെ മൂല്യം വളരെയധികം ഇടിഞ്ഞു താഴുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫലം തന്നെയാണ് ഇവിടെ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന രീതിയിൽ താഴേക്ക് മാർക്കറ്റ് വരികയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ 10 വർഷത്തെ ഗവൺമെൻറ് ബോണ്ട് ഈൽഡ് ശരിക്കും ഉയരുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ സ്വർണ്ണവിലയും ഉയരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിന് എഗൻസ്റ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിസിഷൻ ആയിരുന്നു. അതുപോലെ പുതിയ ഗവർണർ വന്ന ശേഷമുള്ള ആദ്യത്തെ ഒരു ഇവന്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ സംഭവിച്ചത് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു. 25 ബേസിസ് പോയിന്റ് കുറച്ചിരിക്കുന്നു. 6.25% എന്ന ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഈ 25 ബേസിസ് പോയിന്റ് കുറയ്ക്കുക എന്നാൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് രീതിയാണ് അല്ലേ. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് തീർച്ചയായിട്ടും അത് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുന്ന രീതിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമായിരുന്നു 25 ബേസിസ് പോയിന്റ് കുറയ്ക്കുമെന്ന് അല്ലേ. ഏറെക്കുറെ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒരു സർപ്രൈസ് ന്യൂസ് അല്ല നടന്നിരിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇനി സർപ്രൈസ് ആവണമെങ്കിൽ എന്തായിരിക്കും? 2 കാര്യങ്ങളാണ്. 50 ബേസിസ് പോയിന്റ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരിക, അതല്ലെങ്കിൽ 25 ബേസിസ് പോയിന്റിലും കൂട്ടുക. അപ്പോൾ ഇത് രണ്ടുമാണ് മാർക്കറ്റിനെ സർപ്രൈസ് എന്ന രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതല്ല നടന്നിരിക്കുന്നത്. 25 ബേസിസ് പോയിന്റിന് എല്ലാവരും പ്രതീക്ഷിച്ച രീതി തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ആ ഒരു കറക്ഷൻ കാണുകയും ചെയ്തു. ഇനി കൂട്ടുകയായിരുന്നെങ്കിൽ അതിശക്തമായ കറക്ഷനിലേക്ക് പോകും, അത് നമുക്കറിയാം. പക്ഷേ കുറയ്ക്കുകയായിരുന്നെങ്കിൽ ഒരു 50 ബേസിസ് പോയിന്റിൻ്റെ ഒക്കെ കുറവ് വന്നിരുന്നുവെങ്കിൽ അതൊരു ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. മാർക്കറ്റ് ശക്തമായി മുകളിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാവരും പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നത് എന്ന കാരണത്താൽ മാത്രമാണ് മാർക്കറ്റ് ഒരല്പം കറക്ഷനിലേക്ക് വരികയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് പണപ്പെരുപ്പം കുറയും എന്ന പ്രതീക്ഷയിലാണ് ശരിക്കും 25 ബേസിസ് പോയിന്റിൻ്റെ ഒരു കുറവൊക്കെ ഇവിടെ വരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പണപ്പെരുപ്പം 4.50% തുടരും എന്നും ഇവിടെ ഗവർണർ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. 2026 GDPയുടെ വളർച്ച 6.7% ആയിരിക്കുമെന്നുമാണ് ഒരു പ്രതീക്ഷ ഇവിടെ വെക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ 2025 സാമ്പത്തിക വർഷത്തിൽ CPI പണപ്പെരുപ്പം 4.8% ആകുമെന്നും അനുമാനമുള്ളതായിട്ട് ഇവിടെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സംസാരിച്ചത് കേൾക്കാൻ സാധിച്ചത്.
അപ്പോൾ എങ്ങനെ വന്നാലും നമ്മളുടെ മാർക്കറ്റ് ഒരു ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിൽ തന്നെ നിലവിൽ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുള്ളൂ. ഇനി നമ്മളുടെ മാർക്കറ്റ് ഇവിടെ നിന്നൊക്കെ ശരിക്കും നല്ല ഒരു മൂവ്മെൻറ്റിൽ മുകളിലേക്ക് നീങ്ങണമെങ്കിൽ ഏറെക്കുറെ FIAs കനിയണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം FIAസിന് അനുകൂലകരമായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും നമ്മളുടെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ബജറ്റിൽ കാണുവാൻ സാധിച്ചില്ല അല്ലേ. കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആഴ്ച ബജറ്റായിരുന്നു. ആ ബജറ്റിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പലതും പ്രതീക്ഷിച്ചു. ഒരു പക്ഷേ FIAസിനെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും കരുതി. പക്ഷേ അവിടെ അതൊന്നും ഉണ്ടായില്ല. ഒരു 12 ലക്ഷം വരെ ടാക്സ് വേണ്ട എന്ന രീതിയിലുള്ള പല നിർദ്ദേശങ്ങൾ വന്നു. ശരിയാണ്, മധ്യവർഗത്തിന് അതൊരു ഗുണമായിട്ട് നിന്നു എങ്കിൽ തന്നെയും ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ലാത്ത ഒരു ബജറ്റായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. പ്രത്യേകിച്ച് FIAസിനെ പോലെയുള്ളവർക്ക് യാതൊരു ഗുണവും പ്രത്യേകിച്ച് കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. ഒന്നുകിൽ അവരെ സംബന്ധിച്ച് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ചില കുറവുകളും കാര്യങ്ങളൊക്കെ വരുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും FIAസിൻ്റെ മനസ്സൊക്കെ അല്പം മാറി അവർ തീർച്ചയായിട്ടും ഇവിടെ ബൈയിങ്ങിലേക്ക് വന്നേനെ. പക്ഷേ അവർക്ക് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടാകുന്ന യാതൊന്നും ഇവിടെ സംഭവിക്കുകയും ചെയ്തില്ല. നേരത്തെ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ സംസാരിച്ചതാണ്. ഒരു ദിവസം FIAസിൻ്റെ ചെറിയൊരു ബൈയിങ് കണ്ട തമാശ രൂപേണെങ്കിലും ആ ഒരു ടെലഗ്രാം ചാനലിൽ നമ്മൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ എടുത്തിരുന്നു. അതായത് FIAs അവസാനം ബൈയിങ്ങിലേക്ക് വന്നു എന്ന തമാശ രീതിയിലുള്ള ഒരു കോട്ടായിരുന്നു അവിടെ കണ്ടത്. തീർച്ചയായിട്ടും നമുക്കറിയാം FIAs നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ബൈ കാണിച്ചതാണ് അല്ലേ. ഒരിക്കലും അതൊരു സ്ഥിരമായിട്ടുള്ള ബൈയിങ് ആണ് നമുക്ക് കരുതുവാൻ സാധിക്കത്തില്ല എന്ന് വ്യക്തമായിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സെല്ലിങ് വീണ്ടും അവർ കൂട്ടി കൊണ്ടുവരുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. FIAസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു സെല്ലിംഗ് മാർക്കറ്റിനെ നല്ല രീതിയിൽ താഴേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് മാർക്കറ്റ് എത്ര മുകളിലേക്ക് പോകുന്നോ മുകളിൽ നിന്ന് FIAസിന് സെല്ല് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ശരിക്കും ഇപ്പം നടക്കുന്നത്. അതായത് മാർക്കറ്റ് ഓരോരോ ഇവൻറ്റ് പ്രമാണിച്ച് ഇങ്ങനെ മുകളിലേക്ക് പോകും. ഈ സമയത്തല്ല FIAs മുകളിൽ നിന്ന് നല്ല പ്രൈസിൽ തന്നെ അവർ സെല്ല് ചെയ്ത് താഴേക്ക് ഇടുന്നു. അപ്പോൾ ശരിക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാരും മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഓരോരോ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ. ശരിക്കും 1, 2, 3 ദിവസം ഈ കയറിപ്പോവും. ഇതെല്ലാം കൂടി 1, 2 ദിവസം കൊണ്ട് താഴേക്ക് വന്ന് വീഴുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു കൺസോൾട്ടേഷൻ വിത്ത് ബെയറിഷ് എന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ DISൻ്റെ ഭാഗത്ത് നിന്നും ഒരു ബൈയിങ്ങും, മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുമ്പോൾ FIAസിൻ്റെ ഭാഗത്ത് നിന്നും നല്ലൊരു സെല്ലിങ് കാണുന്ന രീതിയിലുള്ള മാർക്കറ്റാണ് നിലവിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ നേരത്തെയൊക്കെ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും 100 പോയിൻറ്റും മാക്സിമം 150, 200 പോയിൻ്റൊക്കെ അകത്തുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നെ 300 പോയിൻ്റൊക്കെ മൂവ്മെൻറ്റ് എന്നാൽ വല്ലപ്പോഴും, അതായത് മാസത്തിലൊരു തവണയൊക്കെ നടക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാ ദിവസവും അതിശക്തമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നോക്കൂ, ഇന്ന് മാർക്കറ്റ് അതിശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് തോന്നിച്ചുവെങ്കിൽ അതിശക്തമായിട്ട് താഴേക്ക് തന്നെ ക്രാഷ് ചെയ്ത് വീഴുന്നു. അതിനുശേഷം എത്ര പോയിൻ്റാണ് താഴേക്ക് വീണത്? അതുപോലെ തന്നെ റിക്കവറായി നോക്കൂ നിങ്ങൾ. ഇത്രയും താഴെ, അതായത് 23,445 എന്ന റേഞ്ചിലേക്കൊക്കെ വന്ന മാർക്കറ്റ് ശക്തമായി റിക്കവർ ചെയ്ത് ഒരു 23,600 വീണ്ടും തിരികെ പോകുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അപ്പോൾ ഇത്രയും വലിയൊരു വോളറ്റിലിറ്റി ഉള്ള അല്ലെങ്കിൽ വലിയൊരു മൂവ്മെൻ്റ് ഉള്ള രീതിയിലുള്ള മാർക്കറ്റാണ് നിലവിലുള്ളത്. മാർക്കറ്റിൻ്റെ സ്വഭാവം അപ്പാടെ മാറിയിരിക്കുന്നു, നേരത്തെ ഉണ്ടായിരുന്ന രീതിയല്ല. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജിയും തീർച്ചയായിട്ടും അതിനനുസരിച്ച് മാറ്റം വരുത്തുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ടിലേക്ക് വരാം. എന്നിട്ട് നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാം. അതിന് മുന്നേ നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു. എന്ത് ഇവൻ്റ് ആയിരുന്നു? നോൺ ഫാം പേറോൾ ഡേറ്റ ഉണ്ടായിരുന്നു US-ൻ്റെത്. അത് ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ആ ഒരു റിപ്പോർട്ട് വരുന്നത്. തീർച്ചയായിട്ടും എക്സ്പെക്റ്റേഷനും താഴെയായിരുന്നു ആ റിപ്പോർട്ട് വന്നിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അതും US മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ രീതിയിൽ തന്നെയാണ് US മാർക്കറ്റ് നിൽക്കുന്നത്. പ്രത്യേകിച്ചൊരു മൂവ്മെൻറ്റ് അവിടെ കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ടിലേക്ക് വരാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പ്രധാനപ്പെട്ട റേഞ്ചുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ആദ്യം സംസാരിക്കാനുള്ളത്, നിങ്ങൾ ഈ നടുക്ക് കാണുന്ന ഈ ബോക്സ് നോക്കാം. ഇത് പ്രധാനപ്പെട്ട ഒരു പ്രൈസ് സോൺ ആണ്. ഈ ഒരു ബോക്സിനകത്ത് മാർക്കറ്റ് ശരിക്കും കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് പ്രധാനപ്പെട്ട റേഞ്ച് ആണ് എന്ന് പറഞ്ഞിരുന്നു. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നു എന്ന് നോക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ തന്നെയും ഏതൊരു റേഞ്ചാണ് പ്രധാനപ്പെട്ട റേഞ്ച് നമ്മൾ സംസാരിച്ചിരുന്നത്? നമ്മളുടെ ഈ കാണുന്ന ചാനൽ അതായത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഈ ചെറിയ ചാനൽ എന്നതൊരു ഷോർട്ട് ടൈം എന്ന രീതിയിൽ നിങ്ങൾക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഇത് ബ്രേക്ക് ചെയ്ത ശേഷം ഈ ചാനലിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് അത് താഴേക്ക് തന്നെ എവിടേക്ക് വന്നിരിക്കുന്നു? നമ്മളുടെ ആ ഒരു ബോക്സിനകത്തേക്ക് തന്നെ വന്ന് വീണിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ശരിക്കും ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിൽ തന്നെ നിലനിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും മാർക്കറ്റിനെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും, മാർക്കറ്റ് എത്ര താഴേക്ക് വരുന്നാലും താഴെ നിന്നും ഒരു DISൻ്റെ ഒരു ബൈങ് ചെറുതായിട്ടെങ്കിലും മുകളിലേക്ക് വരും അല്ലേ. പ്രധാനപ്പെട്ട ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇവൻറ്റുകളൊക്കെ വെച്ചുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു.
പക്ഷെ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് FIs നല്ല രീതിയിൽ സെല്ല് ചെയ്ത് താഴേക്ക് ഇടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ തീർച്ചയായിട്ടും ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിലാണ് ശരിക്കും നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ചാനൽ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഷോർട്ട് ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ 23,800 എന്ന ഈ ഒരു ചാനലിൻ്റെ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇനി അതല്ല, ഇവിടെ ശക്തമായി ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഈ ഒരു ചാനലുണ്ട് അല്ലേ, നമ്മൾ പ്രധാനപ്പെട്ട റേഞ്ചുകളെല്ലാം മാർക്ക് ചെയ്തുകൊണ്ട് വരച്ചതാണ് ഈ ഒരു ചാനൽ എന്ന് ഓർക്കുക. അപ്പോൾ ഈ ഒരു ചാനലിനെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് നോക്കാം. അത് ഏത് ഭാഗമായിരിക്കാം? അതായത് ഈ ചെറിയ ചാനലായിട്ടുള്ള 23,800 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് 24,200 എന്ന ഈ ഒരു റേഞ്ച് എന്നത് വളരെ പ്രധാനപ്പെട്ട റേഞ്ചായിട്ട് മാറുന്നു. 24,200 എന്ന റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധിക്കൂ എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകം ഓർക്കുക, ഇതൊരു പഠനാവശ്യത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ്. അല്ലാതെ ഇവിടെ നിന്ന് നിങ്ങൾ ബൈ ചെയ്തു, ഇവിടെ നിന്ന് സെല്ല് ചെയ്യൂ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ. ഇതൊരു പഠന ആവശ്യത്തിന് വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് ഇനി താഴേക്ക് വന്നാലോ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട്, അതായത് ഒരു മെഗാ സപ്പോർട്ട് എന്നൊക്കെ പറയത്തില്ലേ, എവിടെയാണ്? 22,800. അതായത് നമ്മുടെ ഈ ബോക്സിലേക്ക് വന്ന് വീണ ശേഷം അതിന് താഴേക്ക് മാർക്കറ്റ് വന്നാൽ തന്നെയും ഈ ബോക്സിൻ്റെ ഈ ഒരു ഭാഗമായിട്ടുള്ള 22,800 എന്ന റേഞ്ച് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നിലവിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് എന്നത് ശരിക്കും 22,800 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 24,000 അല്ലെങ്കിൽ 23,800 എന്ന പ്രധാനപ്പെട്ട റേഞ്ചിലേക്ക് മാർക്കറ്റ് ഇങ്ങനെ നിന്ന് വോളറ്റിലായിട്ട് കളിക്കുന്ന രീതിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ കൺസോൾട്ടേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണല്ലേ. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ ആണെങ്കിൽ അങ്ങനെയാണോ? അല്ല. ഒരു ദിവസമൊക്കെ 300-400 പോയിന്റ് മൂവ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാർക്കറ്റ് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ സെല്ലേഴ്സിനെയും പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷൻ ആണ് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഒരിക്കലും അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് പൈസ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ മാർക്കറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഞാൻ വീക്ക്ലി ചാർട്ടിലേക്ക് വരുവാണ്. നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇവിടെ കാണാൻ സാധിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ബുള്ളിഷ് രീതിയിലേക്ക് നിഫ്റ്റി മാറുന്നു എന്ന രീതിയിലൊരു തോന്നൽ നമുക്ക് നൽകി അല്ലേ. അതുപോലെ തന്നെ മാർക്കറ്റ് വീണ്ടും ബുള്ളിഷിലേക്ക് നീങ്ങുകയും ചെയ്തു. നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു ചാനലിൽ നിന്നും നോക്കൂ, റെസിസ്റ്റൻസ് എടുത്ത ശേഷം മാർക്കറ്റ് താഴേക്ക് തന്നെ വരികയും ചെയ്യുന്നു. അപ്പോൾ നിലവിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് വീക്കിലി കാണിക്കുന്നതല്ലേ. പക്ഷേ ഇതൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാൻഡിലാണ്. കാരണം മുകളിലേക്ക് മാർക്കറ്റ് കയറുന്നതനുസരിച്ച് നല്ലൊരു സെല്ലിംഗ് പ്രഷർ FISൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ആ ഒരു കൺസോൾട്ടേഷൻ വിത്ത് ബെയറിഷ് എന്ന രീതി തന്നെ വിശ്വസിക്കുന്നതായിരിക്കും ഏറെക്കുറെ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വന്നാലോ, അവിടെ സംഭവിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട പ്രൈസ് സോണുകളാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അതായത് മുകളിൽ നല്ല രീതിയിലുള്ള പ്രൈസ് സോൺ വരച്ചിട്ടുണ്ട്, താഴെയും അതേ റേഞ്ചിലുള്ള പ്രൈസ് സോൺ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈസ് സോണിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന ശേഷം താഴെ ഉണ്ടായിരുന്ന പ്രൈസ് സോണിലേക്കാണ് വന്ന് വീണത്. അതിനുശേഷം ആ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോയി പഴയ ആ ഒരു പ്രൈസ് സോണിലേക്ക് തന്നെ പോവുകയും അവിടെ നിന്നും ഒരു നല്ല റിജക്ഷൻ നടത്തി താഴേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഈ ഒരു റേഞ്ചിനകത്ത് നിന്ന് കളിക്കുന്ന രീതിയിലാണ് കാണുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത്, നമ്മളൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് നോക്കാം. അതൊരു ലോങ് ടൈമിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് ലൈനാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയിരുന്നു നേരത്തെ അല്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയി, അതിനുശേഷം 200 മൂവിങ് ആവറേജും ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി. പക്ഷേ ഈ പ്രൈസ് സോൺ എന്ന അതിശക്തമായ റെസിസ്റ്റൻസ് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും തട്ടി താഴേക്ക് റിജക്റ്റ് ചെയ്ത് വീണ്ടും 200നെയും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഘടകം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയിലും താഴേക്ക് വരും എന്നത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി അതല്ല, ഇപ്പോൾ നിലവിൽ അവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവിടെ കൺസോൾട്ടേഷൻ വിത്ത് ബെയറിഷ് എന്ന രീതിയിൽ തന്നെ നിൽക്കുവാനുള്ള സാധ്യതയാണ് ബാങ്ക് നിഫ്റ്റിയിലും കാണുവാൻ സാധിക്കുന്നത്. ഇനി അതല്ല, ഈ പ്രധാനപ്പെട്ട പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട ഒരു പ്രൈസ് സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമോ എന്ന് ഞാൻ തീർച്ചയായിട്ടും നോക്കും. അങ്ങനെയെങ്കിൽ മാർക്കറ്റിൽ ആ ഒരു ബുള്ളിഷ് രീതിയിലേക്ക് തിരികെ വരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കും. അതല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബെയറിഷ് രീതിയുടെ ഒരു സ്വഭാവം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നമുക്ക് വീക്കിലി ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് കാണുവാൻ സാധിക്കുന്നത്? വീക്കിലി ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുൾ മൊമെൻറ്റമുള്ള മാർക്കറ്റായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ എന്താണ്, പ്രധാനപ്പെട്ട റേഞ്ചിനകത്ത് തന്നെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ വന്നാലും ഈ പ്രധാനപ്പെട്ട ഒരു പ്രൈസ് സോൺ
മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ബുള്ളിഷ് രീതി കൺഫേം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഇനി അതല്ല, ഇവിടെ നിന്ന് റിജക്ഷൻ ശക്തമായി താഴേക്ക് വരികയോ ഈ പ്രധാനപ്പെട്ട പ്രൈസ് സോണിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വീഴുകയോ ചെയ്താൽ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ നല്ലൊരു ബെയറിഷിലോട്ട് ബാങ്ക് നിഫ്റ്റി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിലൊരു കൺസോൾട്ടേഷൻ തന്നെ നിൽക്കുന്ന മാർക്കറ്റാണ് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രൈസ് സോണുകൾ നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പ്രൈസ് സോണുകൾ നിങ്ങൾ തീർച്ചയായിട്ടും മാർക്ക് ചെയ്യുക. ഇതിനെ ബ്രേക്ക് ചെയ്ത് ശക്തമായിട്ട് പോകുന്നുവെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിലേക്ക് തന്നെ മാർക്കറ്റ് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ഇന്ത്യ വിക്സിന്റെ കേസാണ്. നോക്കൂ, ഇന്ത്യ വിക്സ് നല്ല രീതിയിലുള്ള ക്രാഷിലേക്കാണ്. ഒരു 4% നല്ലൊരു ക്രാഷ് ഇന്ത്യ വിക്സ് കാണുകയും ചെയ്യുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഒരു ബെയറിഷ് രീതിയിലേക്ക് വരികയും ഇന്ത്യ വിക്സ് നല്ല രീതിയിൽ ക്രാഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു കൺസോൾട്ടേഷനിലോട്ട് മാർക്കറ്റ് പോകും എന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിനെയാണ് നമുക്ക് ഈ ഒരു ഡേറ്റകളൊക്കെ വെച്ച് കാണുവാനും സാധിക്കുന്നത്. നമ്മൾ നേരെ USD INRലേക്ക് പോകാം. ഇവിടെയാണ് ഏറ്റവും വലിയ ഒരു വില്ലൻ നിൽക്കുന്നത്. അതായത് US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ സ്ട്രെങ്ത് കുറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, 87.51 എന്ന അവസ്ഥയിലാണ്. അതായത് ഒരു US ഡോളറിന് 87 രൂപ 51 പൈസ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ FIAസിന് നല്ല ഒരു സെല്ലിങ്ങിന് കൂടുതൽ ശക്തി പകരുന്ന രീതിയിലുള്ള ഡേറ്റകളാണ് ഇവിടെ വരികയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ലാത്ത ചില ന്യൂസുകളാണ് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നത്. എന്താണ്? ഗോൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഗോൾഡിൻ്റെയൊക്കെ റേറ്റൊക്കെ അതിശക്തമായിട്ട് മുകളിലേക്ക് കുതിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഗോൾഡൊക്കെ പ്രധാനപ്പെട്ട റേഞ്ചുകളെല്ലാം ബ്രേക്ക് ചെയ്ത് നല്ല മൊമെന്റത്തിൽ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ US-ന്റെ 10 ഇയർ ഗവൺമെന്റ് ബോണ്ട് ഈൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു താഴ്ചയിലേക്കൊക്കെ ഒന്ന് വന്നുവെങ്കിലും പക്ഷേ ഇന്ന് നല്ല രീതിയിൽ മുകളിലേക്ക് ശക്തമായിട്ട് തന്നെ റിക്കവർ ചെയ്ത് കയറുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതും അത്ര ശുഭകരമല്ലാത്ത രീതിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് നേരെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരാം. ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ശരിക്കും നോക്കൂ, മാർക്കറ്റ് ഒരു ബെയറിഷ് രീതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. നമുക്കിവിടെ അറ്റ് മണി എടുത്തു കഴിഞ്ഞാൽ തന്നെ 0.6 ആണ് അതിൻ്റെ PCR. അതുപോലെ തന്നെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ 0.0 ആണെന്ന് കാണാൻ സാധിക്കും. അതായത് നല്ലൊരു ബെയറിഷ് മാർക്കറ്റിലേക്ക് വരുന്നതായിട്ടുള്ള ഡേറ്റകളാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ നമുക്ക് OAയുടെ ചേഞ്ചസ് നമുക്കൊന്ന് നോക്കാം. OAയുടെ ചേഞ്ചസുകൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മറ്റൊരു കാര്യം കൂടെ കാണാൻ സാധിക്കും. അവസാന നിമിഷം നമുക്ക് ആ ഒരു തിരിച്ചുവരവ് നിരത്തുന്ന രീതിയിലേക്കൊക്കെ മാർക്കറ്റ് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതായത് കോൾ സെല്ലേഴ്സ് ഒക്കെ അല്പം അൺബൈൻഡിങ്ങിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് പറയുന്നത്, ഒരു കൺസോൾട്ടേഷനിലോട്ട് മാർക്കറ്റ് ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷനിലേക്കൊക്കെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് ഡേറ്റ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇവന്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ശനിയാഴ്ച വരാൻ പോകുന്ന ഡൽഹിയുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. എങ്കിലും മുന്നേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട 2 ഇവന്റുകൾ ഇവിടെ കിടപ്പുണ്ട്. അതായത് ബുധനാഴ്ച വരാൻ പോകുന്ന ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റിപ്പോർട്ട്, അതുപോലെ തന്നെ US-ന്റെ ഇൻഫ്ലേഷൻ റിപ്പോർട്ടും ഒന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ 2 ഇവന്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാം. ഇനി നമുക്ക് FIAസിന്റെ ക്യാഷ് മാർക്കറ്റിലുള്ള ഒരു രീതി, അത് നേരത്തെ നമ്മൾ നോക്കിയതാണ്, എങ്കിലും ഒന്നുകൂടി ഒന്ന് നോക്കിയേക്കാം. നോക്കൂ, FIAs നല്ല രീതിയിലുള്ള സെല്ലിങ്ങിലേക്ക് തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. അത് യാതൊരു മാറ്റവും ഇല്ല എന്ന് കാണാൻ സാധിക്കും. എന്നാൽ DIs പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നു. പക്ഷേ അത് എത്ര നാൾ എന്നത് ഒരു ഘടകം തന്നെയാണ്. FIAസിൻ്റെ ഒരു സെല്ലിങ്ങിന് ഒപ്പം തന്നെ DIs ഇതുവരെ പിടിച്ചു വന്നു. ഇനിയും മുന്നോട്ട് എത്ര നാൾ എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് എന്നതാണ് സത്യം. ഇനി ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് FIAs അവിടെ കാര്യം സെറ്റ് ചെയ്തേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കോൾ അവർ ബൈ ചെയ്തിരിക്കുന്നത് 37,000 സംതിങ്ങിന് മാത്രമാണ്. ബുള്ളിഷ് എന്ന രീതിയിൽ വളരെ കുറച്ച് മാത്രമാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. നേരെ ഇങ്ങോട്ട് വന്നാലോ, പുട്ട് ബൈ ചെയ്തേക്കുന്നത് ഇവിടെ 1,72,000 എന്ന അവസ്ഥയിൽ ഇവിടെ പുട്ട് ബൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബെയറിഷിലോട്ട് മാർക്കറ്റ് വരാനുള്ള സാധ്യതകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി പ്രോസിൻ്റെ കണ്ടീഷനിലേക്ക് വന്നാലോ, കാൾ ഇവിടെ ബൈ ചെയ്തിരിക്കുന്നത് വളരെ തുച്ഛമായ ഒരു 50,000 സംതിങ്ങിനാണെങ്കിൽ പുട്ട് ഇവിടെ ബൈ ചെയ്തിരിക്കുന്നത് ഒരു 89,000 സംതിങ്ങിനുമാണ്. അപ്പോൾ ബെയറിഷ് ആണെങ്കിലും വലിയ പാർട്ടിസിപ്പേഷൻ അവിടെ കാണുവാനും സാധിക്കുന്നില്ല. നേരെ ക്ലയൻറ്റിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരിവിടെ ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സെറ്റും ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്ലയൻറ്റിന് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ മാർക്കറ്റ് പലപ്പോഴും നീങ്ങുന്നതെന്നല്ലേ. അപ്പോൾ കാര്യങ്ങൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ വിത്ത് ബെയറിഷ് എന്ന രീതി തന്നെ തുടർന്നു പോകുന്ന ഒരു മാർക്കറ്റിനെയാണ് നിലവിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ സംസാരിച്ചിരുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. മാർക്കറ്റിൽ കൺസോൾട്ടേഷൻ വിത്ത് ബെയറിഷ് എന്ന രീതി തന്നെയായിരുന്നു. പക്ഷേ അത് തന്നെയാണ് നിലവിലും ഡേറ്റകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും എന്ന രീതി തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതുവരെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ FIAs സെല്ലിംഗ് രീതി അല്പം കൂട്ടി കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നേരത്തെ അല്പം ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ വീണ്ടും ഓരോ ദിവസം കഴിയും തോറും അവർ ഫ്യൂച്ചറിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ അത്
തീർച്ചയായിട്ടും അത് സെല്ലിംഗ് കൂട്ടുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രോസിൻ്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോസ് ചെറിയ രീതിയിലുള്ള ഒരു ബൈങ്ങിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അപ്പോൾ ഡേറ്റകൾ മൊത്തം കണക്ക് പറയുന്നത് ശരിക്കും മാർക്കറ്റ് ഒരു ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന രീതിയിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യത വീണ്ടും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഡേറ്റകൾ കഥ പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ട് യാതൊന്നും നടന്നിട്ടില്ല. ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിൽ തന്നെയാണ് നമ്മളുടെ മാർക്കറ്റ് കുറേ ആഴ്ചകളായിട്ട് ഇങ്ങനെ നിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞു പ്രധാനപ്പെട്ട റേഞ്ചുകൾ ഏതൊക്കെയാണ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ റേഞ്ചുകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ ആ ഒരു ട്രെൻഡിൻ്റെ ആ ഒരു ചേഞ്ച് ഉണ്ടാവുക എന്നതാണ് സത്യം. ഇവിടെ ശരിക്കും ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിലാണ് നിലവിൽ ഏറെക്കുറെ നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒരു പഠന ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബൈ ചെയ്യാമെന്നോ സെല് ചെയ്യാമെന്നുള്ള യാതൊരു ഇൻഡിക്കേഷനും അല്ല നൽകുന്നത്. ഇതൊരു പഠനാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നതാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ വീക്ക് ആവട്ടെ വരുന്നത് എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.